നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ 10th മെയിൻസ് ടൈം ടേബിളിലെ ഡേ 10 ആണ് ഇന്ന് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കാൻ തന്ന ടോപ്പിക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 3 കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ PSC അതിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഈ ഓരോ ഉപകരണങ്ങളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന വിവരങ്ങളും ബാക്കി അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരാ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക്, നമ്മുടെ സ്വന്തം ചാനലിലേക്ക് വെൽക്കം. ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു. ഈ ഡേറ്റ പ്രോസസ്സിങ്ങിന് ശേഷം അതിന്റെ റിസൾട്ട് നമുക്ക് തരണ്ടേ? അപ്പൊ ഒരു ഡേറ്റയുടെ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് അതിന്റെ റിസൾട്ട്, ആ കിട്ടുന്ന വിവരങ്ങളെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് എന്തെങ്കിലും രൂപത്തില്, ഫോർ എക്സാമ്പിൾ ഇപ്പോ സൗണ്ടിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടാകാം. അപ്പൊ ഇങ്ങനെ സൗണ്ടിന്റെ രൂപത്തിലോ വിഷ്വൽ ആയിട്ടോ ഒക്കെ, അല്ലെങ്കിൽ പേപ്പറിന്റെ രൂപത്തിലാകാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അതായത് മോണിറ്റർ. എക്സാമ്പിൾ മോണിറ്റർ ആണ് വിഷ്വൽ ഡിസ്പ്ലേ ചെയ്യുന്ന യൂണിറ്റ്, അതാണ് VDU മോണിറ്റർ. പിന്നെ പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യം പഠിക്കേണ്ടത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU എന്നതിന്റെ ഫുൾ ഫോം തന്നെ ആദ്യം പഠിച്ചു വെക്കാം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നതാണ് VDUവിന്റെ ഫുൾ ഫോം. അപ്പൊ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്റർ ആലോചിക്കാം. അപ്പൊ അത് ടെക്സ്റ്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വീഡിയോയുടെ രൂപത്തിലോ ഗ്രാഫിക്സിന്റെ രൂപത്തിലോ ഒക്കെ ദൃശ്യമായിട്ട് ഔട്ട്പുട്ട് നൽകുന്ന ഉപകരണത്തെയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന യൂണിറ്റ്. അപ്പൊ ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വ്യത്യസ്ത സൈസിൽ കിട്ടും. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഡിഫറെന്റ് സൈസിൽ കിട്ടും. ഇപ്പൊ ഒരു മോണിറ്ററിന്റെ വലിപ്പമായി കണക്കാക്കുന്നത് എന്താ? സ്ക്രീനിന് കുറുകെ ഡയഗണലായി ഇഞ്ചുകളിലാണ് മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത്. സ്ക്രീനിന് കോണോട് കോണ്, അതാണ് കുറുകെ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്രീനിന് കുറുകെ ഇഞ്ചുകളുടെ അളവ്, ഇഞ്ചുകളായിട്ടാണ് മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത്. ഇനി മോണിറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് മോണിറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തേത് CRT മോണിറ്റർ. CRTയുടെ ഫുൾ ഫോം എന്താ? കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ്. അതായത് ഈ കാണിച്ചേക്കുന്ന ഏതാ എന്ന് വെച്ചാൽ ബാക്ക് ഉന്തിയ ടൈപ്പില്ലേ? അപ്പൊ കഴിഞ്ഞ കാല ടെലിവിഷനുകൾക്ക് സമാനമായ, പണ്ടുകാലത്തെ ടെലിവിഷനൊക്കെ ഇല്ലേ, ബാക്ക് ഇങ്ങനെ ഉന്തിയ ടെലിവിഷൻ. അപ്പൊ ഇതിനൊക്കെ സമാനമായിട്ടുള്ള മോണിറ്ററുകളാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ലാബിൽ കൊണ്ടുപോകത്തില്ലേ, കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പണ്ട് ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് തരും. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്പ്യൂട്ടേഴ്സിലും ഗെയിം കളിച്ചിട്ടുണ്ട്, കളർ കമ്പ്യൂട്ടേഴ്സിലും ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ബാക്ക് ഉന്തിയ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, അതായത് CRT മോണിറ്ററുകളാണ്. അപ്പൊ 2 തരം CRT മോണിറ്ററുകളുണ്ട്, മോണോക്രോമും കളറും. മോണോക്രോം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, കളർ എന്ന് പറയുമ്പോൾ കളർ മോണിറ്റർ. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ആണ്. അതായത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകൾ, കനം കുറഞ്ഞത്, ഭാരം കുറഞ്ഞത്, ഈ ഒരു പ്രത്യേകതയിൽ വരുന്ന മോണിറ്ററുകളാണ് ഫ്ലാറ്റ് പാനൽ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലാറ്റ് പാനൽ മോണിറ്ററിന് ഉദാഹരണമാണ് LCD മോണിറ്റർ, LED മോണിറ്റർ, പിന്നെ അതുപോലെ OLED മോണിറ്റർ. OLEDയുടെ ഫുൾ ഫോം എന്താ? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LCD മോണിറ്റർ, LED മോണിറ്റർ, OLED ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ ഒക്കെ എന്തിന് ഉദാഹരണമാ? ഫ്ലാറ്റ് പാനൽ മോണിറ്ററിന് ഉദാഹരണമാണ്. LCD എന്നാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. പിന്നെ അതുപോലെ ഗ്യാസ് പ്ലാസ്മ മോണിറ്റർ ഉണ്ട്, TFT മോണിറ്റർ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് മോണിറ്ററുകളാണ്. അപ്പോൾ മോണിറ്ററുകളുടെ ഡിഫറെന്റ് ടൈപ്സ് മോണിറ്ററുകളുടെ പേര് പഠിച്ചു വെക്കാം. പിന്നെ മോണിറ്ററിന്റെ ഈ ഒരു ശേഷിയില്ലേ, മോണിറ്ററിന്റെ ആ ഒരു എന്താണ്
ആ ഒരു പെർഫോമൻസ് അളക്കുന്ന പ്രധാന ഘടകം മെയിൻ ആയിട്ടും ആസ്പെക്ട് റേഷ്യോ ആണ്. ആസ്പെക്ട് റേഷ്യോ ഫോർ എക്സാമ്പിൾ 4:3, 16:9, 21:9 എന്നൊക്കെ പറയുന്നത് ആസ്പെക്ട് റേഷ്യോസ് ആണ്. അതായത് മോണിറ്ററിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ദൈർഘ്യവും ലംബം വേർട്ടിക്കൽ ആയിട്ടുള്ള ദൈർഘ്യത്തിന്റെയും ഒരു റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ട്, റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതൊക്കെ മോണിറ്ററിന്റെ ശേഷി അളക്കുന്ന ഘടകങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് LCD പ്രൊജക്ടർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പ്രൊജക്ടർ നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ടീച്ചർ ലാപ്ടോപ്പ് കൊണ്ടുവരും. ലാപ്ടോപ്പിൽ ടീച്ചറിന്റെ സ്ലൈഡ് PPT ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആകാം. അത് ടീച്ചർ ഇടുമ്പോൾ ഈ LCD പ്രൊജക്ടർ വഴി നമുക്ക് സ്ക്രീനിൽ ആ ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. അതായത് ഒരു വലിയ സ്ക്രീൻ അല്ലെങ്കിൽ പരന്ന പ്രതലത്തിൽ വീഡിയോ, ഇമേജുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡേറ്റ പ്രദർശിപ്പിക്കുന്നത് ഉപയോഗിക്കുന്ന വീഡിയോ ഉപകരണമാണ് LCD പ്രൊജക്ടർ. ഒന്നും വേണ്ട, സിനിമ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. അതില് സിനിമ ഒരു സ്ക്രീനിലല്ലേ പ്രദർശിപ്പിക്കുന്നത്? എന്ത് വഴിയാ പ്രദർശിപ്പിക്കുന്നത്? പ്രൊജക്ടർ വഴിയാണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അതാണ് LCD പ്രൊജക്ടർ. വീഡിയോയും ചിത്രങ്ങളും കമ്പ്യൂട്ടറിലെ ഡേറ്റയും ഒരു വലിയ സ്ക്രീനിലോ മറ്റേതെങ്കിലും പരന്ന പ്രതലത്തിലോ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം വീഡിയോ പ്രൊജക്ടറാണ് LCD പ്രൊജക്ടർ. ഉയർന്ന തീവ്രതയിലുള്ള പ്രകാശം LCDയിലുള്ള ആയിരക്കണക്കിന് പിക്സലുകളിലൂടെ കടത്തിവിടുകയും അവയെ ലെൻസ് ഉപയോഗിച്ച് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. PSC റിപ്പീറ്റിംഗ് ചോദ്യം, നോട്ട് എഴുതി വെച്ച് പഠിക്കാം. പ്രിന്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. എന്താണ് പ്രിന്ററിന്റെ യൂസ്? കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ. പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിലെ കോപ്പി തരത്തില്ലേ? അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന ആ കോപ്പി ഔട്ട്പുട്ടിനെയാ എന്ത് പറയുന്നത്? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. പേപ്പറുകളിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ടാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ശാശ്വതമായ ഉൽപ്പന്നമാണ്. പിന്നെ ഈ ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ സാധാരണയായി നിർമ്മിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് ഒന്ന് പ്രിന്റർ, രണ്ടാമത്തത് പ്ലോട്ടർ ഇനി നമ്മൾ പഠിക്കും. അതൊരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇനി സോഫ്റ്റ് കോപ്പി എന്ന് വെച്ചാൽ എന്താ? സോഫ്റ്റ് കോപ്പി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള കോപ്പി. അതായത് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ ലഭ്യമാകുന്നു. ആ ഒരു കോപ്പിയാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. ഇനി ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഇവിടെ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. പിന്നെ ഇവിടെ തരാത്ത 2-3 ഉദാഹരണം ഞാൻ പറയാം, നോട്ട് ചെയ്യാം. ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ എന്നിവ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്നാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത്. വളരെ കുറഞ്ഞ പ്രിന്റിംഗ് ചെലവിൽ കാർബൺ കോപ്പികൾ പ്രിന്റ് ചെയ്ത് നൽകുന്ന പ്രിന്റർ ആണ് ഡോട്ട് മെട്രിക്സ്. വളരെ കുറഞ്ഞ പ്രിന്റിംഗ് ചെലവിൽ കാർബൺ കോപ്പികൾ പ്രിന്റ് ചെയ്യുന്നു. ഈ പ്രിന്ററുകൾ വേഗത കുറഞ്ഞവയും പക്ഷേ ശബ്ദമുണ്ടാക്കുന്നവയുമാണ്. വേഗത കുറവാണ്, പിന്നെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും. ഒരു പ്രിന്ററിന്റെ സ്പീഡ് അളക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡം? ഒന്നാമത്തേത് എത്ര ക്യാരക്ടറുകൾ, അതായത് ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടറുകൾ പ്രിന്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്. അതുപോലെ ലൈൻസ് പെർ മിനിറ്റ്, പേജസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ലൈൻസ് പ്രിന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പേജസ് പ്രിന്റ് ചെയ്യുന്നു എന്നിവയെ ആശ്രയിച്ചാണ് പ്രിന്ററിന്റെ വേഗത കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ വളരെ പയ്യെ ചെയ്യത്തുള്ളൂ, വേഗത കുറഞ്ഞാണ്, പക്ഷെ ശബ്ദം നല്ല രീതിയിൽ തന്നെ ശബ്ദവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പാക്ട് പ്രിന്ററിന്റെ ഉദാഹരണമായിട്ട് ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ. ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ എന്നിവ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് ഉദാഹരണമാണ്. ഈ പ്രിന്ററുകളെ പണ്ടുകാലത്ത് അറിയപ്പെട്ട പേരെന്താ?
പഞ്ച് കാർഡ്. പഞ്ച് കാർഡ് എന്നാണ് പ്രിന്ററുകൾ മുൻപ് അറിയപ്പെട്ടത്. അപ്പൊ ഇങ്ക്ജെറ്റ് പ്രിന്റർ നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇങ്ക്ജെറ്റ് പ്രിന്റർ അക്ഷരങ്ങൾ രൂപപ്പെടുത്തുന്നത് പ്രിന്റ് ഹെഡിലൂടെ ചെറിയ മഷിത്തുള്ളികൾ പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ്. പ്രിന്റ് ഹെഡിലൂടെ ചെറിയ മഷിത്തുള്ളികൾ പേപ്പറിലേക്ക് സ്പ്രേ ചെയ്താണ്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ ചെലവ് കുറഞ്ഞവയാണെങ്കിലും മഷി, അതുപോലെ കാട്രിഡ്ജ്, അതിലെ കാട്രിഡ്ജ് ഇല്ലേ, കാട്രിഡ്ജ്, അതിന്റെയൊക്കെ വില കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ചെലവ് വർദ്ധിക്കും. ഇടയ്ക്കിടയ്ക്ക് കാട്രിഡ്ജ് മാറ്റി കൊടുക്കണം, ഇങ്ക് നിറയ്ക്കണം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അടുത്തതാണ് ലേസർ പ്രിന്റർ. ലേസർ പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. നല്ല നിലവാരത്തിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാനാണ് ലേസർ പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനെ അപേക്ഷിച്ച് ഈ ലേസർ പ്രിന്ററിന് ശബ്ദമില്ല, അതുപോലെ വളരെ വേഗത്തിലും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ലേസർ പ്രിന്റർ, 2 ടൈപ്പ് ലേസർ പ്രിന്റർ ഉണ്ട്. മോണോക്രോം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്. പിന്നെ അതുപോലെ കളർ ലേസർ പ്രിന്ററും ഇപ്പോൾ വാങ്ങാൻ വേണ്ടി കിട്ടും. പല വിധത്തിലുള്ള കളർ ടോണർ കാട്രിഡ്ജുകൾ ഉപയോഗിച്ച് വിവിധ നിറങ്ങളിലുള്ള ഔട്ട്പുട്ടുകൾ സൃഷ്ടിക്കാൻ കളർ ലേസർ പ്രിന്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? ചെലവേറിയതാണ്. പക്ഷെ ഇതിന് വേഗത കൂടുതലാ. ഇവയുടെ വേഗത അളക്കുന്നത് PPM-ലാണ്. PPM എന്ന് വെച്ചാൽ പേജസ് പെർ മിനിറ്റിലാണ് ഈ ലേസർ പ്രിന്ററിന്റെ വേഗത അളക്കുന്നത്. ഈ ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ ഒക്കെ ഏത് വിഭാഗത്തിൽ വരുന്നു? നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്നു. അടുത്തതാണ് തെർമൽ പ്രിന്റർ. തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ ഹീറ്റുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ തെർമൽ പ്രിന്റർ നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ എന്ന പ്രത്യേകതരം, അതായത് ഒരു പ്രത്യേകതരം പേപ്പർ, ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ. ഈ പേപ്പർ ആണ് ഈ ഒരു തെർമൽ പ്രിന്ററിൽ ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ ഉപയോഗിച്ച് പ്രിന്റ് ഹെഡിന് മുകളിലൂടെ ഇത് നീങ്ങുമ്പോൾ അച്ചടിക്കേണ്ടതായ വിവരത്തിന്റെ പ്രതിരൂപം സൃഷ്ടിക്കുന്നു. എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രിന്റർ ആണ്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ പ്രിന്റേഴ്സിനെ പറ്റി. അടുത്തൊരു ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് വെച്ചാലേ ഗ്രാഫ്, അതുപോലെ രൂപകൽപ്പന, ഡിസൈൻ, ഇവയുടെയൊക്കെ ഹാർഡ് കോപ്പി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള ഗ്രാഫുകളും ഭൂപടങ്ങളും പോസ്റ്ററുകളും നിർമ്മാണത്തിന് ആവശ്യമായ മാപ്പുകളും എഞ്ചിനീയറിംഗിന് ആവശ്യമായ ചിത്രങ്ങളും ഒക്കെ പ്രിന്റ് ചെയ്യാൻ പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നു. 2 ടൈപ്പിലുള്ള പ്ലോട്ടേഴ്സ് ഉണ്ട്. ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഡ്രം പ്ലോട്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തുവാ? റോളർ. പിന്നെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ടേബിൾ. ഫ്ലാറ്റ് ആയിട്ടല്ലേ ടേബിൾ ഇരിക്കുന്നത്, അങ്ങനെ ഓർത്താൽ മതി. 2 ടൈപ്പ് പ്ലോട്ടേഴ്സ് ആണുള്ളത്, ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഇനി 3D പ്രിന്റർ. 3D പ്രിന്റർ എന്ന് വെച്ചാലേ 3D വസ്തുക്കൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് 3D പ്രിന്റർ. അപ്പൊ പ്രിന്റ് ചെയ്യേണ്ട വസ്തുവിനെ ആയിരക്കണക്കിന് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. താഴെ മുതൽ മുകൾ വരെ കഷ്ണമായി പ്രിന്റ് ചെയ്യുന്നു. ഈ ചെറിയ ലെയറുകൾ ഒന്നിച്ചു കൂട്ടിച്ചേർത്തിട്ടാണ് യഥാർത്ഥ വസ്തുവിന്റെ മാതൃക. അപ്പോഴാണ് ഒരു 3D പോലെ നമുക്ക് തോന്നുന്നത്, 3D ആയിട്ടുള്ള ഒരു മാതൃക ഉണ്ടാക്കുന്നത്. ഉദാഹരണം സെറാമിക് കപ്പ്, കളിപ്പാട്ടങ്ങൾ എന്നിവയാണ് ഇങ്ങനത്തെ 3D പ്രിന്റേഴ്സ് ഒക്കെ വെച്ച് മേക്ക് ചെയ്യുന്നത്. അടുത്ത ഔട്ട്പുട്ട് ഉപകരണമാണ് ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണം. ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണം, അതായത് സ്പീക്കർ ആണ്. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ശബ്ദം പുറത്തേക്ക് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളാണ് ഓഡിയോ ഔട്ട്പുട്ട്. ശബ്ദം സൃഷ്ടിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? സ്പീക്കർ. ഓഡിയോ പോർട്ടുകൾ വഴിയാണ് ഇവ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇത്രയും ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. ഇനിയേ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാ, ഈ ടച്ച് സ്ക്രീൻ ഇല്ലേ, ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും പ്രവർത്തിക്കുന്നതാണ് ടച്ച് സ്ക്രീൻ. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് ഏതെന്ന് പറയുന്നത്? ടച്ച് സ്ക്രീൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു ടേബിൾ ഉണ്ട്, അതായത് പ്രിന്ററുകളുടെ വ്യത്യസ്ത സവിശേഷതകൾ താരതമ്യം ചെയ്ത്. നമ്മളിപ്പോ പറഞ്ഞ പ്രിന്റേഴ്സ് ഇല്ലേ, ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർ ചെയ്യുക. പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു ലേസർ പ്രിന്ററിൽ പൊടി രൂപത്തിലുള്ള മഷിയാണ്, അതായത് ഇങ്ക് പൗഡർ.
ഇങ്ക് ജെറ്റിലാണെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള മഷി സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലേ, അപ്പൊ സ്പ്രേ ചെയ്യണമെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള മഷി. തെർമലിലാണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണെന്ന് പറഞ്ഞു. ഡോട്ട് മെട്രിക്സിലാണെങ്കിൽ മഷി പുരട്ടിയ റിബൺ ആണ്. എങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നത്? ലേസർ പ്രിന്റർ ആണെങ്കിൽ പേപ്പർ ചൂടാക്കി അതിൽ പൗഡർ ഒഴുക്കുന്നു. ഇങ്ക്ജെറ്റ് ആണെങ്കിലോ വളരെ ചെറിയ ദ്വാരങ്ങളിലൂടെ ദ്രവരൂപത്തിലുള്ള മഷി പേപ്പറിൽ സ്പ്രേ ചെയ്യുന്നു. തെർമൽ ആണെങ്കിലോ തെർമൽ പ്രിന്റ് ഹെഡിന് മുകളിലൂടെ തെർമൽ പേപ്പർ പാസ് ചെയ്യുന്നു. ഡോട്ട് മെട്രിക്സ് ആണെങ്കിലോ പേപ്പറിന് മുകളിലുള്ള റിബണിൽ പിന്നുകൾ അമർത്തുന്നു. പ്രിന്റിങ്ങിന്റെ വേഗത ലേസറിനാണെങ്കിൽ മിനിറ്റിൽ 20 പേജാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ക്ജെറ്റ് ആണെങ്കിൽ മിനിറ്റിൽ 6 പേജ്. തെർമൽ ആണെങ്കിൽ സെക്കൻഡിൽ 150 mm. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 30 മുതൽ 550 ക്യാരക്ടറുകൾ വരെ പ്രിന്റ് ചെയ്യുന്നു. ഗുണമേന്മ, ലേസർ ആണെങ്കിൽ ഗുണമേന്മയുള്ള പ്രിന്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിന് നല്ലതാണ്. ഇങ്ക്ജെറ്റ് ആണെങ്കിൽ ഗുണമേന്മയുള്ളത്, പ്രത്യേകിച്ച് ചെറിയ ഫോണ്ടുകൾ ആണെങ്കിൽ വളരെ നല്ലത്. തെർമൽ ആണെങ്കിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിന് യോജിച്ചതല്ല, ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാൻ നല്ലതാണ് തെർമൽ. ഡോട്ട് മെട്രിക്സ് ആണെങ്കിലോ ഇതും ഇതുപോലെ തന്നെയാണ്, ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യാൻ യോജിച്ചതല്ല, ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നല്ലതാണ്. ഗുണങ്ങൾ, ലേസർ ആണെങ്കിൽ ശബ്ദമില്ലാതെ പ്രിന്റ് ലഭിക്കും, വേഗത്തിൽ പ്രിന്റ് ലഭിക്കും, ഉയർന്ന പ്രിന്റ് നിലവാരവുമാണ്. ഇങ്ക്ജെറ്റ് ആണെങ്കിലും അതുപോലെയാണ്, ശബ്ദമില്ല, ഉയർന്ന പ്രിന്റ് നിലവാരം, ഉപകരണത്തിന് പ്രത്യേക തയ്യാറെടുപ്പ് ആവശ്യമില്ല, കുറഞ്ഞ ഉപകരണ വിലയുമാണ് ഇങ്ക്ജെറ്റ്. തെർമൽ ആണെങ്കിൽ ശബ്ദമില്ല, വേഗത, ചെറുത്, ഭാരക്കുറവ്, കുറഞ്ഞ വൈദ്യുതി ഉപയോഗം, കൊണ്ടു നടക്കാവുന്നതാണ് തെർമൽ പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് ആണെങ്കിലോ റിബണിന് വില കുറവായതുകൊണ്ട് പ്രിന്റിങ്ങിന് വില കുറവാണ്. കാർബൺ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകൾ യൂസ് ചെയ്യാം. ദോഷങ്ങൾ എന്തൊക്കെയാ? ലേസർ പ്രിന്റർ പേപ്പർ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴായിരിക്കും പേപ്പർ കയറി ജാം ആയി പോകുന്നത്. അതിനുള്ള സാധ്യത ലേസർ പ്രിന്ററിന് കൂടുതലാണ്. ടോണറിന്റെ വില കൂടുതലാണ്, ഉപകരണത്തിന്റെ വിലയും കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ് ലേസർ പ്രിന്റർ. ഇങ്ക്ജെറ്റ് ആണെങ്കിൽ മഷിക്ക് വില കൂടുതലാണ്, മഷി വാട്ടർ പ്രൂഫ് അല്ല, അപ്പോൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ മഷി പടരും, അതിനാൽ സ്പ്രേ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ നേരിടാം. തെർമൽ ആണെങ്കിലോ സ്പെഷ്യൽ തെർമൽ പേപ്പർ ആവശ്യമായി വരുന്നു, പ്രിന്റിംഗ് ഗുണമേന്മ കുറവാണ്. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ പ്രാരംഭ മുതൽ മുടക്ക്, അതായത് പ്രൈമറി ഇൻസ്റ്റലേഷൻ ചാർജ് ഇല്ലേ, അത് കൂടുതലാണ്, വേഗത്തിൽ പ്രിന്റ് ചെയ്യുന്നില്ല, ശബ്ദം കൂടുതലാണ്. ഇതൊക്കെയാണ് ഡീമെറിറ്റ്സ്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഔട്ട്പുട്ട് ഉപകരണങ്ങളെ പറ്റി പഠിക്കാൻ. ഈസി ആയിട്ട് പഠിക്കാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രിന്റേഴ്സിനെ പറ്റി. ഇപ്പോൾ മെയിനായിട്ട് PSC ഇങ്ങനെ കമ്പാരിസൺ ചോദിക്കുന്നതിനേക്കാളും ഇമ്പാക്ട് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ എക്സാമ്പിൾസ് തന്നെയാണ് ചോദിക്കുന്നത്. അതൊന്ന് മെയിനായിട്ട് നോക്കിയിരിക്കാം. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. താങ്ക്